ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ കൊച്ചു കൃഷിത്തോട്ടമാണ്. കൃഷിത്തോട്ടം എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുത കൃഷിത്തോട്ടം തന്നെയാണ്. കാരണം ഒരു വാഴ നടുന്നത് ഏതെങ്കിലും കല്ലിൻ്റെയൊക്കെ കല്ല് ഒന്ന് അടർത്തിയിട്ട് അതിൻ്റെയൊക്കെ ആഴം അല്ലെങ്കിൽ കുഴി അവിടെ ഉണ്ടെങ്കിലും, അതുപോലെ ഈ പെരിച്ചാഴിയൊക്കെ തുരന്ന കുഴി ഉണ്ടെങ്കിൽ അവിടെയൊക്കെയാണ് ഈ വാഴ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അതിനാണെങ്കിൽ അമ്മേൻ്റെ ആയുധം എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ളൊരു ചെറിയൊരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണം മാത്രമാണ്. അതുകൊണ്ടാണ് മാന്തിയിട്ട് അവിടെയൊക്കെ നടുക. അതുപോലെ തന്നെ പിന്നെ ഒരു സാധനം നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഒന്നിക്കൽ കപ്പയുണ്ടാവും, അല്ലെ പപ്പായൻ്റെ തൈ ഉണ്ടാവും, അല്ലെ പിന്നെ വത്തക്ക തണ്ണിമത്തൻ്റെ തൈ ഉണ്ടാവും, അല്ലെങ്കിൽ കാന്താരി തൈ ഉണ്ടാവും. ഇനി പച്ചമുളകിൻ്റെ ആ ഒരു സ്ഥലത്ത് തന്നെയാണെങ്കിൽ അതിൻ്റെ നടുക്ക് തന്നെ ഉണ്ടാവും പപ്പായ തൈ ഉണ്ടാവും. അതുപോലെ തന്നെ കപ്പ മരച്ചീനിയുടെ തൈ ഉണ്ടാവും. കാരണം ഈ പച്ചപ്പറങ്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സംഭവങ്ങൾ വലുതാവുമല്ലോ, അപ്പോൾ അതിൽ നിന്നും വിളവെടുക്കാമല്ലോ. എല്ലാം ചെറിയൊരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ എൻ്റെ പെങ്ങളെ വീട്ടിലും ആണ് അമ്മ ഇത് നട്ടുപിടിപ്പിക്കുക. രണ്ടുപേരുടെയും വീട് അടുത്തായതുകൊണ്ട് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതേമാതിരി പയറ് വർഗ്ഗങ്ങളൊക്കെ നട്ടിട്ട് അതിന് ചെറിയൊരു പന്തലൊക്കെ ഞാനാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ഒരു കേന്ദ്രം തന്നെ നട്ടിട്ടുണ്ട്, ചെറുതായിട്ട്, ഒരുപാടൊന്നും ഇല്ലെങ്കിലും. ഈ കാണുന്നതൊക്കെയാണ് പച്ചമുളകിൻ്റെ ഒരു കേന്ദ്രം. അതുപോലെ അസുരപ്പറങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറങ്കിയുണ്ട്. അത് ഒറ്റൊരു പീസ് മതി കറിയിൽ. 2 പീസ് ഇട്ടിട്ടുണ്ട്, പിന്നെ അത് കറി കഴിക്കാൻ പറ്റില്ല, അത്രയും എരിവായിരിക്കും. പക്ഷേ ടേസ്റ്റ് ഭയങ്കരമായിരിക്കും. ഇതിൻ്റെ നല്ല ചൊവയായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നട്ടിട്ടുണ്ട്. അത് 2 തൈ നട്ടിട്ട് ഇത്ര വലുതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 4 മാസം മുന്നേ ചെയ്ത വാഴേൻ്റെ ഒക്കെ കാണാം. ആകെ ഇത്ര വിരലിൻ്റെ അത്രയും ഉണ്ടാവും. അതൊക്കെ വലുതായിട്ടുണ്ട്. വീഡിയോയിൽ എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഇതാണ് അമ്മയുടെ കൃഷിത്തോട്ടം. പിന്നെ വൈകിട്ടായി കഴിഞ്ഞാൽ, ഇപ്പം കൊടും ചൂടായതുകൊണ്ട് വൈകിട്ട് 5:30-ക്ക് ശേഷമാണ് ഇതിൻ്റെ പിറകെ പോകാറ്. അതുപോലെ തന്നെ അനാറും നട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റംബുട്ടാൻ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ എവിടെയാണ് വെള്ളം വീഴുന്നത് അവിടെയെല്ലാം കൊണ്ടുപോയിട്ട് ഇത് നടും. ആ നട്ടപ്പോൾ വെള്ളം ഒഴിക്കൽ എൻ്റെ പണിയാണ്. ആ വെള്ളം ഒഴിക്കുന്ന നനവ് എവിടെയെല്ലാം ഉണ്ട് അവിടെയൊക്കെ മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നടും. അതൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ വിരലിൻ്റെ അത്രയുള്ള വാഴയാണെങ്കിലും അതിന് നല്ല വാഴക്കൊല ഉണ്ടാകാറുണ്ട്, നല്ല പഴം ഉണ്ടാകാറുണ്ട്. ഇതിന് പ്രത്യേക വളമൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല. ചെറിയ എന്തെങ്കിലും വെണ്ണീര്, അതായത് അടുപ്പിലെ ചാരമൊക്കെ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കൊലയുണ്ടാവാറുണ്ട്. പിന്നെ എൻ്റെ അനിയൻ ഒരു കമൻറ്റ് പറയാറുണ്ട് അമ്മയെ കൊണ്ട്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു 2 മിനിറ്റ് കണ്ടിന്യൂ ആയിട്ട് നിന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണേ, അവിടെ കൊണ്ടുപോയിട്ട് ഈ കുരുമുളകിൻ്റെ വള്ളി നടും. അപ്പോൾ നിങ്ങളെ കാലിൻ്റെ അതിൽ കയറിയിട്ട് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമൻറ്റ് മുൻപ് ചെയ്യാറുണ്ട്. എന്തായാലും എൻ്റെ വീട്ടിൽ പച്ചക്കറി എവിടെയാണ് നനവുള്ള അവിടെയെല്ലാം ചീരയായാലും എന്തായാലും അവിടെ വെക്കും. അപ്പോൾ വീട്ടിലുള്ള ചെറിയൊരു ആവശ്യത്തിന് ഇതൊക്കെ സാധ്യമാകും. ഇതാണ് എൻ്റെ അമ്മയുടെ അവസ്ഥ. ഇതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അമ്മയെപ്പറ്റി പറയാനുണ്ട്. ഞാനുമായിട്ട് എപ്പോഴും അടിയും വഴക്കുമായിരിക്കും. വഴക്കെന്ന് പറയുമ്പോൾ ശത്രുതയല്ല, ഈ കുഞ്ഞി വഴക്ക്. ഞാൻ നട്ട ചെടീൻ്റെ കൊണ്ടൊക്കെ വേറെ എന്തെങ്കിലും നടും, അപ്പോൾ ഞാൻ വഴക്ക് പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്നതാണ് അസുരപ്പറങ്കി എന്ന് പറഞ്ഞ ഭയങ്കര എരിവുള്ളൊരു സംഭവമാണ്. ഇത് നമ്മളെ ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ സാധനം, ഇത് അമ്മ കൊണ്ട് നട്ടാണ്. ബേരി എന്ന് പറയും നമ്മൾ. അതുപോലെ ഇത് സാധാ പച്ചമുളക്. ഈ പച്ചമുളകിൻ്റെ ഒരുമിച്ച് ഉണ്ടാകും മരച്ചീനി, അതുപോലെ പപ്പായ, പിന്നെ തണ്ണിമത്തൻ, അതുപോലെ ചീര. ഇതാണ് അസുരപ്പറങ്കി. ഇത് എന്ന് പറഞ്ഞാൽ 2 പീസ് കറിയിൽ, മീൻ കറിയിലൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എരിവ് കൂടുതലായിരിക്കും. 1 പീസ് മതി, എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മുൻപ് പിന്നെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇപ്പോഴും ഉള്ളതെല്ലാം എല്ലാവർക്കും കൊടുക്കും. ഇത് കണ്ട 4 മാസം മുന്നേ നട്ട വാഴ. ഇത് ശരിക്കും ഒരു വിരലിൻ്റെ വണ്ണേ ഉള്ളൂ. അപ്പം നടുന്ന സമയത്ത് ഒരു ഉണങ്ങിയ പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടും നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് കൂവ കണ്ടോ, അതുപോലെ ഈ ചേമ്പ് മഴ പെയ്യുമ്പോൾ വീണ്ടും മാറ്റി നടാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പം കുഞ്ഞി തയ്യാക്കി വെച്ചതാണ്. അപ്പോൾ ഇനി മഴ പെയ്യുമ്പം അത് എല്ലാം മാറ്റിയിട്ട് വേറെ നടണം. അതിൻ്റെ ജോലിയൊക്കെ എനിക്കായിരിക്കും.
പിന്നെ ഇപ്പോൾ ഉണ്ടായി പച്ചമുളക്, അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് പലർക്കും കൊണ്ടു കൊടുക്കാറുണ്ട്. ചീര, അതുപോലെ എന്തെന്നായാലും കപ്പ, ഇതൊക്കെ ഇപ്പം തീരെ വയ്യാണ്ടായല്ലോ. കണ്ട തണ്ണിമത്തൻ കണ്ട. അപ്പോൾ ഇപ്പം തീരെ വയ്യാത്തത് കൊണ്ട് ഞങ്ങളോടൊക്കെ പറയുമെന്ന് എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കും. ഇപ്പോൾ ഇവിടെ മുരിങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി, അത് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണമെന്ന് ഭയങ്കര നിർബന്ധം. ഈ വാഴ കണ്ട, ഇത് ജസ്റ്റ് അവിടെ വെച്ചതാണ്, ഇനി അടുത്ത വർഷം നോക്കിക്കോ നല്ല അടിപൊളി കൊലയുണ്ടാവും. അതുപോലെ ഇപ്പോൾ എന്നോട് പറയും എല്ലാം എടുത്തിട്ട് അവിടെ ഇവിടെയും കൊണ്ട് കൊടുക്കുമെന്ന് പറയും. ഞാൻ ഭയങ്കര വഴക്കായിരിക്കും. കാരണം ഇവിടത്തേക്ക് എവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നില്ല, ആരും ഇങ്ങോട്ടൊന്നും കൊണ്ട് തരുന്നില്ല. അതുമാത്രമല്ല, ഈ അമ്മ എല്ലാ വീട്ടിലും സന്ദർശനം നടത്തുന്ന ഒരാളാണ്. എന്നാൽ സുഖമില്ലാണ്ടായാൽ ഒരാളും ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കാറോ ഒന്നുമില്ല. ഞങ്ങളോടും ചോദിക്കാറില്ല. ചിലപ്പോൾ ചോദിക്കും, അമ്മയെ കുറേ കാലം കാണാത്തതെന്നൊക്കെ ചോദിക്കും, അത്ര തന്നെ. ഇത് കണ്ട ചീര, അത്രയും ഗ്യാപ്പിൽ ചീരയും നട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്തെങ്കിലും സുഖമില്ലാണ്ടായാൽ ഒരാളെ വന്ന് നോക്കുക, അതാണ് എൻ്റെയും ലക്ഷ്യം. അല്ലേ ഞാനും ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്. നല്ല സമയത്ത് ആളുണ്ടായിട്ട് ഒരു കാര്യമില്ല. സുഖമില്ലാണ്ടായ സമയത്ത് അല്ലെങ്കിൽ വേറെ നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഒരാളെ ഹെൽപ്പ് വേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ അതിൽ ബന്ധത്തിലും തീരെ അർത്ഥമില്ല. പിന്നെ ഒരാൾ മരിച്ചതിന് ശേഷം വന്നിട്ട് അയ്യോ അമ്മ അല്ലെങ്കിൽ നെല്ലമ്മേ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതിന് മുന്നേ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, അവർക്കൊക്കെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമേ ഇല്ല. അതാണ് അമ്മയുടെ കാര്യം. എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരണം എന്നുള്ള ഒരാഗ്രഹം. എവിടെയെങ്കിലും ഇപ്പം ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ വീട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് പോകണില്ല, മോളുടെ വീട് കാണണമല്ലോ എന്നല്ലാന്ന് പറയും. ഇന്നലെ ഒരു ഹൗസ് വാമിങ് ഇവിടെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അവിടത്തേക്ക് പോകണം എന്നെല്ലാം പറയുന്നുണ്ട്. ഇനി ഒറ്റയ്ക്കല്ലായിരിക്കും പോവുക, അപ്പോൾ അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ മുട്ടപ്പഴം, അവക്കാഡോ ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. സംസാരിച്ചതിൻ്റെ നടുക്ക് ഞാനതങ്ങ് മറന്നുപോയി. പിന്നെ വാഴയൊക്കെ നട്ടിട്ട് കാണുന്നില്ല, ഇതൊക്കെ അവക്കാഡോ ആണ്. പിന്നെ ചക്കയുണ്ട്, ചെറിയ പ്ലാവിൻ്റെ മേലെ ചക്ക. ഇതൊക്കെ പൊട്ടിച്ച് പഴുക്കാറായിട്ടില്ല. എന്തായാലും പുഴുങ്ങിയിട്ടും വെച്ചിട്ടുമൊക്കെ കഴിക്കാറായിരിക്കുന്നു. ഇത് ചേമ്പാണ്, ഇത് അടിപൊളി ചേമ്പാണ്. നമ്മളിപ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മണ്ണിൻ്റെ അടിയിൽ പോവില്ല, മുകളിലോട്ട് വരികയോ ചെയ്യുക അതിൻ്റെ കിഴങ്ങ്. പിന്നെ ഈയച്ചേമ്പിൻ്റെ കുട്ടീനെ കണ്ട. പിന്നെ ഈ ചെടികളിലുണ്ടല്ലോ, ഇതെല്ലാം ഞാൻ നടുന്നതാണ്. അപ്പോൾ ഞാൻ നടുന്നതിൻ്റെ അതിൻ്റെ കുണ്ടക്ക് അമ്മ വേറെ എന്തെങ്കിലും കൊണ്ടുപോയി നടും. അപ്പോൾ ഞാൻ വഴക്കാവും, ഭയങ്കര ഒച്ചത്തിൽ വഴക്കല്ലാവും. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി കടലാസ് പുഷ്പമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോ വർഷവും വെട്ടുന്നതാണ്, വീണ്ടും ഇങ്ങനെ വണ്ണത്തിൽ വരുന്നതാണ്. പൂക്കൾ കാണുമ്പോഴേ കട്ട് ചെയ്യാൻ തോന്നാറില്ല. എന്തായാലും പൂക്കൾ കഴിഞ്ഞ് മഴയൊക്കെ വരുമ്പോൾ ഫുള്ള് കട്ട് ചെയ്യണം. അതുപോലെ 15ലധികം വെറൈറ്റി കളേഴ്സ് ഉണ്ട് ബോഗൺവില്ല.